ഈയിടെ OTT-ൽ റിലീസായ നിവിൻ പോളിയുടെ സർവമായ എന്ന സിനിമ നിങ്ങൾ കണ്ടിരുന്നോ? സിനിമയിലെ ഒരു പ്രത്യേക രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. റോഡിന്റെ വലതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുൻവാതിൽ പെട്ടെന്ന് തുറന്നപ്പോൾ പിന്നാലെ വന്ന വണ്ടിയിടിച്ച് ദലേലു എന്ന കഥാപാത്രം അപകടത്തിൽപ്പെടുന്നതും തുടർന്ന് മരിക്കുന്നതുമാണ് ആ സീൻ. ഞാൻ സംസാരിച്ച ശരിയായിരിക്കും. സിനിമയിലാണെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ എത്ര വലിയ ദുരന്തത്തിലേക്ക് നയിക്കാം എന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണിത്. ഇത്തരം അപകടങ്ങളെ ഡോറിംഗ് എന്നാണ് വിളിക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം പിന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാതെ പെട്ടെന്ന് വാതിൽ തുറക്കുന്നതാണ് ഇതിന് കാരണം. ഇന്ത്യയിലെ നിയമപ്രകാരം വണ്ടികൾ ഇടതുവശം ചേർന്നാണ് പോകേണ്ടത് എന്നതുകൊണ്ട് തന്നെ റോഡിന്റെ വലതുവശത്ത് വണ്ടി നിർത്തി വാതിൽ തുറക്കുന്നത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന എളുപ്പമുള്ള ഒരു വഴിയാണ് ഡച്ച് റീച്ച് രീതി. എന്താണ് ഈ ഡച്ച് റീച്ച് എന്നതല്ലേ? വളരെ സിമ്പിൾ ആണ്. കാറിന്റെ വാതിൽ തുറക്കാൻ അതിനോട് ഏറ്റവും അടുത്തുള്ള കൈ ഉപയോഗിക്കാതെ ദൂരെയുള്ള കൈ ഉപയോഗിക്കുക എന്നതാണ് ഈ രീതി. ഉദാഹരണത്തിന്, ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ വാതിൽ തുറക്കാൻ തന്റെ വലതുകൈക്ക് പകരം ഇടത് കൈ ഉപയോഗിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം താനെ പിന്നിലേക്ക് തിരിയുകയും റോഡിലൂടെ വരുന്ന സൈക്കിളോ ബൈക്കോ ഒക്കെ പെട്ടെന്ന് നമ്മുടെ കണ്ണുകളിൽ പെടുകയും ചെയ്യും. നെതർലൻഡിലാണ് ഈ രീതി ആദ്യമായി പ്രചാരത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡച്ച് റീച്ച് എന്ന പേര് വന്നത്. റോഡിൽ സുരക്ഷയ്ക്ക് പകരം മറ്റൊന്നുമില്ലെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. രാത്രിയായാലും പകലായാലും വണ്ടിയിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് മിററുകൾ ശ്രദ്ധിക്കാനും ഈ ഡച്ച് റീച്ച് രീതി ശീലമാക്കാനും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധ ഒരാളുടെ ജീവൻ രക്ഷിച്ചേക്കാം.